ജിൻഡോ ജോൺ, ഇപ്പോൾ കോൺഗ്രസിനെതിരെ മറു ആരോപണമാണ് ശ്രീജേന്ദ്രൻ ഉന്നയിച്ചത്. അങ്ങേക്ക് മറുപടി നൽകാം. കരുണാകരൻ സ്മാരക ഫണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജയചന്ദ്രൻ സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടനയാണ്. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നിട്ടുണ്ട്. കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസിൻ്റെ മുമ്പിൽ അത്തരത്തിലൊരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം. ഇനി പരാതി വരുന്നില്ലെങ്കിൽ അക്കാര്യത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കാം. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് അത് ഉന്നയിക്കാതിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? കോൺഗ്രസിലെയോ ബി ജെ പിയിലെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വെറുതെ വിട്ടിട്ടുണ്ടോ? ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ദേശാഭിമാനിയും കൈരളി ചാനലും കൂടി പുതിയതൊന്നും ഉണ്ടാക്കി തന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. CPM-ന്റെ നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കുഞ്ഞികൃഷ്ണന്റെ ആക്ഷേപത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് വാസ്തവമല്ലാത്തത് കൊണ്ടാണ്, പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ അതേ വാർത്തകൾ വരുന്നുണ്ട്, കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു എന്ന്. ഞാൻ ചോദിക്കട്ടെ, രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവർക്കെതിരെ ശബ്ദമുയർത്തിയതിന് ജില്ലാ കമ്മിറ്റി മെമ്പർ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നു. ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി കടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ CPM-ന്റെ നേതാക്കന്മാർ സംരക്ഷിക്കുന്നു. ഇത് നാട്ടിലെ മുഴുവൻ മനുഷ്യർക്ക് മനസ്സിലാവും. അത് പയ്യന്നൂരിലുള്ള സഖാക്കന്മാർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു രാഷ്ട്രീയ. ഇനി കുഞ്ഞികൃഷ്ണൻ തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് നിങ്ങൾ നടപടിയെടുത്തതെങ്കിൽ CKP പത്മനാഭൻ ജീവനോടെ ഇരിക്കുന്നുണ്ട്. CKP പത്മനാഭൻ നിങ്ങളുടെ തളിപ്പറമ്പിലെയാണെന്ന് മുൻ MLA ആണ്. ഈ മുൻ MLA പറഞ്ഞത് അദ്ദേഹം രോഗിയായത്, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്, നിരന്തരം വേട്ടയാടപ്പെട്ടത്, P ശശിക്കെതിരായിട്ടുള്ള അതിൽ ലൈംഗിക ആരോപണത്തിൽ അഭിപ്രായം പറഞ്ഞതിന്റെ പേരില, പാർട്ടിക്കകത്ത് അഭിപ്രായം പറഞ്ഞതിന്റെ പേരില. അതിന്റെ പേരിൽ കർഷക സംഘത്തിന്റെ മറ്റു നേതാവായിരിക്കുമ്പോൾ ഒരു ഓഫീസ് സെക്രട്ടറി നിർവഹിച്ച ഒരു സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നറിഞ്ഞിട്ടും CKP പത്മനാഭനെ കള്ളനായിട്ട് ചിത്രീകരിച്ച് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി സംഘടനാ നടപടിയെടുത്തില്ലേ? എന്നിട്ടും CKP പത്മനാഭൻ ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുമ്പോൾ ഇപ്പോഴും P ശശിക്കെതിരെ പാർട്ടി നേതാക്കന്മാർക്കെതിരെ നിരന്തരം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? അപ്പോൾ CKP പത്മ പറഞ്ഞതിൽ നടപടിയെടുക്കാത്തത് അതിൽ സത്യമുള്ളത് കൊണ്ടാണോ? ഇപ്പൊ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി എടുക്കുന്നത് സത്യമില്ലാത്തത് കൊണ്ടാണോ? അപ്പൊ നിങ്ങൾക്കൊരു നിലപാടില്ല. കണ്ണൂരിൽ നിന്ന് അവിടുത്തെ യൂത്ത് കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള ഷാജറിനെ കുറിച്ചിട്ട് മനു തോമസ് പറഞ്ഞത് എന്താ? DYFIയുടെ ജില്ലാ നേതാവായിരുന്ന മനു തോമസ് ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞത് എന്തായിരുന്നു? അവിടെ സ്വർണം പൊട്ടിക്കൽ സംഘവുമായിട്ട്, കൊട്ടേഷൻ സംഘവുമായിട്ട് നിരന്തര ബന്ധമുണ്ടെന്നാണ്. അപ്പൊ കണ്ണൂരിൽ നിന്നല്ല, ആലപ്പുഴയിൽ നിന്നല്ല, തൃശ്ശൂരിലെ MK കപ്പലണ്ടി വിറ്റ് നടന്നിട്ട് കോടിക്കണക്കിന് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറി, DYFIയുടെ ജില്ലാ സെക്രട്ടറി കേരളത്തിലെമ്പാടും ഈ സാധാരണക്കാരെ രക്തമുറ്റി കുടിച്ച് വളർന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരി, അദ്ദേഹത്തിലേക്ക് പോയ ശേഷം തിരിച്ചെത്താം. Debate with Smriti Parithikar.